ഹലോ ഗൈസ്, ഇന്നിവിടെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫെയർവെല്ലാണ്. ഉച്ചയ്ക്കാണ് ഫെയർവെൽ തുടങ്ങുന്നത്. സൂര്യൻ എന്താ തലയ്ക്ക് മേളിൽ നിൽപ്പുണ്ട്. അതുകൊണ്ട് നല്ല രസമുണ്ട്. ഈ സാരിയൊക്കെ കൊടുത്തേക്കുന്ന ഫെയർവെൽ ആയതുകൊണ്ട് ഇതെൻ്റെ ചേച്ചിയുടെ സാരിയാണ്. നല്ല രസമുണ്ട്. ചേച്ചി കൊടുക്കുമ്പോൾ നല്ല രസമുണ്ട്. അപ്പം ഞാൻ കൊടുത്തപ്പോഴും നല്ല രസമുണ്ട്. ഞാൻ അധികം അത്ര വലിയ പ്രതീക്ഷയൊന്നുമില്ല ഫെയർവെല്ലിൻ്റെ കാര്യത്തിൽ. ആദ്യം തന്നെ നമുക്ക് ഫുഡ് കഴിക്കണം. ഉച്ചയ്ക്ക് അവർ നമുക്ക് ഫുഡ് തരും. ബിരിയാണിയാണ്. അപ്പം അത് കഴിക്കാൻ പോവാം. ഇപ്പം അതിന് വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോകുക. അവിടെ വെച്ചാൽ ഫുഡ് കൊടുക്കുന്നത്. എല്ലാവരും ഒന്നും വന്നിട്ടില്ല. ഇപ്പം തന്നെ 2:30 ആയതുകൊണ്ട് എല്ലാവരും ഒന്നും വന്നിട്ടില്ല. നമുക്ക് ഫുഡ് കഴിക്കാം. ഞാൻ ഇത്രയും നേരം അവിടെ നിന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നതാണ്. ഇപ്പം കണ്ട രസം മാറി. വെയിലടിക്കുമ്പോൾ നല്ല രസം ഇതിൽ വീഡിയോ ആണ്. ഫാത്തിമ താണ്ട നല്ലോണം ഒരുങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ബിരിയാണി കൊണ്ട് തരുന്നത്. ഇത് എൻ്റെ ജൂനിയറാണ്. ഇവൻ്റെ പേര് ശ്രീറാം എന്നാണ്. ജൂനിയറായിട്ട് എനിക്ക് ആകെ എൻ്റെ അടുത്ത് മിണ്ടിയിട്ടുള്ളത് ഇവ മാത്രമാണ്. ഈ ബിരിയാണി വന്നിട്ട് ഈ സാധനങ്ങളൊന്നും എനിക്കിഷ്ടമല്ല. ബിരിയാണിക്കകത്ത് ചിക്കനും ബാക്കിയെല്ലാ സാധനങ്ങളും ഇഷ്ടമായി. ഇതൊന്നും ഇഷ്ടമല്ല. ബിരിയാണിക്ക് അത്യാവശ്യം നല്ല പുളി ഉണ്ടായിരുന്നു കേട്ടോ. ബിരിയാണി ഭയങ്കര ശോകമായിരുന്നു. കാരണം ഇവിടെ കൂടുതലും തെലുങ്ക് സ്റ്റുഡൻസും ഉള്ളത്. അപ്പം അവർക്ക് ഇഷ്ടമുള്ള ബിരിയാണി ആയിരിക്കും അവർ നോക്കുന്നത്. അതിന് ഭയങ്കര പുളിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫുൾ കഴിച്ചില്ല. കണ്ടോ, ഇലയൊക്കെ വന്ന് തലയിലടിച്ച് തന്നെ പോണ്ട ഇവിടുന്ന് പോണ്ട, ഇവിടെ നിൽക്കുന്നെന്ന് പറയാം. അടിക്കടിക്ക് കണ്ടോ ഒരിലയ്ക്ക് ഇല നേരത്തേക്ക് തിരിച്ചു. ഇലയ്ക്ക് പോലും ഞാൻ ഇവിടുന്ന് പോകുന്നത് ഇഷ്ടമല്ല. എനിക്ക് തണലായിട്ട് നിൽക്കുക. കണ്ടോ, എല്ലാവരും കൂടെ നിൽക്കുന്നത് എന്തിനാണെന്നും എനിക്കറിയത്തില്ല. ഇതാണ് ഗായത്രി. ഇവിടാണ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്. തിളങ്ങുന്നുണ്ടോ? പിന്നെ ഞാൻ എൻ്റെ സാരി മൊത്തത്തിൽ കാണിക്കാം. രസമുണ്ടോ? ഫുള്ളുണ്ടോ? നല്ല രസമുണ്ടോ? മൊത്തത്തിൽ കാലിലോട്ട് നോക്കല്ലേ, മൊത്തത്തിൽ കാണാൻ രസമായിരിക്കും. പക്ഷെ ചെരുപ്പ് കണ്ടോ? എൻ്റെ ഫുള്ള് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഫുൾ നാശമായി. ഇനി പുതിയ ചെരുപ്പ് ഇവിടുന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അതും താങ്ങിക്കൊണ്ട് വീട്ടിൽ പോകണ്ടേ. അതുകൊണ്ട് ഈ ചെരുപ്പൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഇതിനുള്ളിൽ വെച്ചാൽ ഞങ്ങളുടെ ഫെയർവെൽ നടക്കുന്നത്. ഇവിടെ കണ്ടോ, ഈ ഫെയർവെല്ലിന് അവരിട്ടേക്കുന്ന പേര് എപ്പിസോഡ് എന്നാണോ? ഇതെന്താ സാധനം? പേര് വേറെ എന്തുണ്ട്, ഇത് വേറെ എന്താ സംഭവം? ഞാൻ ഇവിടെ നിൽക്കാം. ഒരു വീഡിയോ എടുക്കാം. ഞാൻ ഇവിടെ നിൽക്കാം. പിടിക്കണോ? കൊള്ളാലോ. ശരിക്കും ഞങ്ങളുടെ ഫെയർവെല്ലിൻ്റെ പേര് എപ്പിസോഡ് എന്നല്ല. ഈ കണ്ടോ, ഇതാണ് ഞങ്ങളുടെ ഫെയർവെല്ലിൻ്റെ പേര്. ഇതാണ് ഇവർ ചെയ്തിരിക്കുന്ന ഡെക്കറേഷനൊക്കെ. ഇതിലെന്തോ ഫിംഗർ പ്രിൻ്റ് എന്തോ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ഫെയർവെൽ. ആൾക്കാർ ഇനിയും വരാനുണ്ട്. ഞാൻ മനസ്സിൽ കണ്ട ഫെയർവെൽ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ഫെയർവെൽ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ആരെങ്കിലുമൊക്കെ കൂടെയുള്ള ഫോട്ടോസൊക്കെ ഇങ്ങനെ ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട് ഫ്രെയിം പോലെ ചെയ്തിട്ട് അതിൽ ഒന്നെങ്കിൽ ഞങ്ങളുടെ ഒറ്റയ്ക്കുള്ള ഫോട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ വയ്ക്കുന്ന ഫോട്ടോ ഒക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കണം. അതൊക്കെയല്ലേ ഒരു രസം. പിന്നെ അതിനേക്കാളും കുറച്ച് അധികമായിട്ട് ഞാൻ ആഗ്രഹിച്ച സാധനം നമ്മളെല്ലാവരും കൂടെ ഉള്ള വീഡിയോ ഒക്കെ ഇങ്ങനെ ലാസ്റ്റ് കാണിക്കണം. അതൊക്കെ എൻ്റെ ആഗ്രഹത്തിലുള്ള ഫെയർവെൽ. ഞാൻ ഡിഗ്രിക്കായിരുന്ന സമയത്തും എൻ്റെ ഒറ്റയ്ക്കുള്ള ഫോട്ടോ ഉണ്ടായിരുന്നു. ഫ്രണ്ട്സിൻ്റെ കൂടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിയായി. അതുകൊണ്ട് ഫ്രണ്ട്സൊന്നുമില്ല. എന്തുവാ, അങ്ങനെ എൻ്റെ ഒറ്റയ്ക്കൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. അതവിടെ പൊളിറ്റിക്സ് പഠിച്ചൊരു മിസ് എടുത്തുകൊണ്ട് പോയായിരുന്നു. മിസ് എടുക്കുകയെന്നും പറഞ്ഞ് എൻ്റെ മാത്രമല്ല കേട്ടോ, കുറേ പേരെ കൊണ്ടുപോയായിരുന്നു. അതൊക്കെയാണ് ഞാൻ ആഗ്രഹിച്ച ഫെയർവെൽ. പക്ഷേ അതൊന്നും കിട്ടിയില്ല. കുഴപ്പമില്ല. ഇനി ഫിംഗർ പ്രിൻ്റ് എന്തിനാ, കുറച്ച് മെച്ചൂരിറ്റി കളയാനോ അറിയത്തില്ല. എന്നാലും വെറുതെ പോയി കുത്തിയിട്ട് വരാം. അതെന്താ, ഈ പൊട്ടന്മാരെ നട്ടു, മരത്തിൽ ശിഖരം നട്ടു. ഇതെന്താണ് ഇങ്ങനെ 2 എണ്ണം തൊടണോ? ഹാർട്ടൊക്കെ ഉണ്ടാക്കി. ഒരു മനയില്ലാത്ത ഹാർട്ടൊന്നല്ല. എനിക്ക് പെണ്ണുണ്ടോ അവിടെ ഹാർട്ടൊക്കെ? അടുത്ത വേറെ ആൾക്കാർ വന്നു. ഹലോ, അഭിനവ് വേൽ പ്ലസ് ഹിയർ. പെർഫെക്റ്റ് തന്നെ. അടുത്ത ഫാത്തിമയുടെ ഹാർട്ട് തുടക്കം തന്നെ ചീറ്റിപ്പോയി. ഇതെന്താ ഈ തൊട്ടേ? 2 മണിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല. 1 മണിക്ക് തുടങ്ങേണ്ട പരിപാടി 3:30 കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ എൻ്റെ ആക്ഷൻ കൊണ്ട് മനസ്സിലാക്കിക്കോ. ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഫാത്തിമയൊക്കെ വിടുന്ന ഞങ്ങളുടെ പ്രൊജക്റ്റിൻ്റെയും ഫീൽഡ് വർക്കിൻ്റെയും കാര്യം പറയാൻ തുടങ്ങി.
എന്തേലൊക്കെ പറ. അവൻ ഓവറായിട്ട് ആക്ഷൻ കാണിക്കുക മനസ്സിലാവാൻ വേണ്ടിട്ട്. തുടങ്ങുന്നതിന് മുന്നേ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ഒരാൾക്ക് എണീക്കാൻ വേണ്ടി Welcome to Epilogue 2026. തെച്ചോടിയെ കാണിച്ചു തരാം കേട്ടോ. My dear second year students, first year students. Don't put any scholars. Otherwise. ഗൈസ് അടുത്തതായിട്ട് നമുക്കല്പം മ്യൂസിക് കേൾക്കാം കേട്ടോ. കേൾപ്പിച്ചു തരാം. തുടങ്ങട്ടെ. കൊള്ളാം കേട്ടോ. അവൻ ഇടയ്ക്ക് മലയാളം പ്ലസ് തെലുങ്ക് നല്ല രസമുണ്ട്. ഓ മൈ ഫ്രണ്ട്. സീനിയേഴ്സിനെ കൊണ്ട് കുറച്ച് നല്ല കാര്യങ്ങൾ സംസാരിപ്പിക്കാൻ പോകും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. They bought chart paper and they made selfie board. I think the highest budget ever made in anthropology department. Till now, we didn't submitted the Teachers' Day bills. And Nishita, more Ratnam, no? And Nishita is one there. I hope your future kid will not slam the door very fast. He'll be so kind with you. And yeah. And Akhil. Hey. I love you, Akhil. Love you too, da. Oh, you. And Aparna, I'm already taking vlog. Am I looking good? Okay. So, Aparna, I hope you will grow up soon. Stay sweet, stay kind, stay innocent as you. Pretend as innocent as you are. Shahul, everyone. Indian government healthcare provides you good health. That one woman central minister will provide you good wealth with less taxes. And thank you and love you guys. Thank you. Respected professors and all my dear pals, and also respected my research associates over here. Of course, I'm not able to see the scholars. Thank you for hosting this event for us, to your fellow seniors, and all those decoration works. It's really beautiful, and when I say beautiful, I really meant it. I would like to thank our faculties, for enduring our batch for whole 2 years. So do well. Yeah, thank you.
ദാണ്ട് ഈ കാണുന്ന ഇത്രയും പേരെ എൻ്റെ ക്ലാസ്സിലുള്ളത്. കുറേ പേരൊന്നും വന്നിട്ടില്ല, നവ്യൊന്നും വന്നിട്ടില്ല. ഞാൻ ഇതിലെല്ലാവരുമായിട്ടൊന്നും മിണ്ടിയിട്ട് പോലും ഇല്ല ഇന്നേ വരെ. സ്ഥിരമായിട്ട് മിണ്ടുന്നത് എൻ്റെ അടുത്ത് നിൽക്കുന്ന കുറച്ച് പേരും പിന്നെ അടുത്ത് നിൽക്കാത്ത 1-2 ആൾക്കാരും. ഇത്രയും പേരുടെ അടുത്ത് ഞാൻ മിണ്ടത്തുള്ളൂ. നമുക്ക് ഒരിടത്ത് സർവൈവ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ എല്ലായിടത്തൊന്നും മിണ്ടണ്ട, നല്ല ഒറ്റൊരാളെ കിട്ടിയാൽ മതി. 5 മണി വരെയുള്ള പരിപാടി. ഇപ്പം തന്നെ 5 മണി. എനിക്ക് കുറേ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് വെച്ചാൽ ഒന്നും ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം 4 മണി ആവാറായപ്പോഴാണ് തുടങ്ങിയത്. ഇനി എന്തൊക്കെയോ ഗെയിംസ് ഉണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തു. കൊള്ളത്തില്ല, ഞാൻ കാണിക്കാം ഫോട്ടോ. ഇനി പ്രത്യേകിച്ച് എന്തോ നമുക്ക് കണ്ടറിയാം. ഞങ്ങൾക്ക് വരെ വൈകിട്ട് ഐസ്ക്രീം ഒക്കെ മാംഗോ ബാർ. ഇത് അഖിലിൻ്റെ, അവൻ മധുരം കഴിക്കത്തില്ല, അതുകൊണ്ട് ഇതും കിട്ടി. എനിക്ക് 2 കിട്ടി. എൻ്റെ ലിപ്സ്റ്റിക്ക് പോയി, ലിപ്സ്റ്റിക്ക് Senior, we have is Yoshwan a senior? He has to wait 1 year to become a senior. 6 months. Harshita akka. ഞാൻ തുടക്കം പറഞ്ഞായിരുന്നു എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ കാണിക്കണം, അല്ലെങ്കിൽ ഫോട്ടോസ് ഇങ്ങനെ വെക്കണം. ശരിക്കും എന്തൊരു വീഡിയോ ഉണ്ട്, അപ്പം അത് കാണിക്കാൻ പോവാം. സന്തോഷമായി. എൻ്റെ എന്തെങ്കിലും ഒരു നല്ല ഉണ്ടായിരുന്നാൽ മതി. എൻ്റെ വീഡിയോ കാണുന്ന ഒരാളെ ഞാൻ കാണിച്ചു തരാം. ഇനി ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ എന്തെങ്കിലും നല്ല ഉണ്ടാവണേന്ന് ആഗ്രഹം. എൻ്റെ നല്ലല്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ വരട്ടെ. എൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഈ ഇരിക്കുന്നതിൻ്റെ വല്ലതും ഉണ്ടെങ്കിലോ അത് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് എടുത്തായിരിക്കും. ഞാൻ എന്തോ വലുതാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു ഫോട്ടോ വന്ന് മിന്നി പോക്കൂ എന്തോന്നും അറിയത്തില്ല. ഭയങ്കര വലിയ എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം. ഇത് ഇങ്ങനെ വീഡിയോസ് ഉണ്ടാക്കുന്നതും കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോക്കാം, ഭയങ്കര സന്തോഷം തോന്നുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം. ഇവിടെ ഭയങ്കര വെട്ടമായതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് വിഷ്വൽ ആന്ത്രപ്പോളജി ലാബിൽ പോകുക, അവിടെ പോയി കാണാം. എന്തെങ്കിലുമൊക്കെ നല്ല ഉണ്ടായിരുന്നാൽ മതി. വലിയ പ്രതീക്ഷയോടെ കണ്ട വീഡിയോ ഞാൻ ഒരു 10x ഇവിടെ കാണിക്കാം. അതായിരിക്കും നല്ല. കാരണം അതിലൊന്നിലും ഞാനില്ല, എൻ്റെ ഫ്രണ്ട്സ് ആരും ഇല്ല, അതായത് മലയാളികളാരും ഇല്ല, ഫുൾ തെലുങ്ക് ടീംസ് എല്ലാവരും ഉണ്ട്. ഒന്നും വേണ്ട, എൻ്റെ അക്കൗണ്ടിൽ ജസ്റ്റ് കയറി കഴിഞ്ഞാൽ എൻ്റെ കൂടെ കമ്പനി ആയിട്ടുള്ള തെലുങ്ക് ടീംസ് ഒന്നും വന്നിട്ടുമില്ല. ഉദയൊന്നും ആ ക്ലാസ്സിലുള്ളതല്ല, ഞങ്ങൾ ആരും ആ വീഡിയോക്കകത്തില്ല, ഞങ്ങളാരും ഇല്ല, ഞങ്ങളെ ഒഴിവാക്കി ക്ലാസ്സിൽ നിന്ന്. ഒന്നും മനസ്സിലാവുന്നില്ല. എന്നാലും അപ്പം ഫെയർവെൽ അവസാനിച്ച് ഒരുമാതിരി ഊള വീഡിയോ ആയിപ്പോയി. കുറച്ചൊന്നും മര്യാദ ഉണ്ടോ, ഞങ്ങളൊന്ന് കാണിക്കാമായിരുന്നു. എൻ്റെ ഇവിടുത്തെ ഫെയർവെല്ലൊക്കെ കഴിഞ്ഞു. അധികം വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. ആ അവസാനം വീഡിയോ കാണിക്കുമെന്ന് പറഞ്ഞപ്പം എന്തൊക്കെയോ പ്രതീക്ഷിച്ച്, അതേ ഉള്ളു. അപ്പം എന്നാൽ ഓക്കെ, ബൈ.